വർഷം 1999 ജനുവരി 22. ഒഡീഷയിലെ ഒരു കുഗ്രാമത്തിൽ രാത്രിയിൽ വാഹനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു അച്ഛനെയും 2 കുഞ്ഞുങ്ങളെയും ഒരു സംഘം ആളുകൾ ജീവനോടെ ചുട്ടുകൊല്ലുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ തടഞ്ഞുവെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. രാജ്യത്തെ ഞെട്ടിച്ച ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും കൊലപാതകമായിരുന്നു അത്. 26 വർഷങ്ങൾക്കിപ്പുറം ഈ കേസിലെ മുഖ്യപ്രതിയെ വെറുതെ വിടാൻ ഒഡീഷ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതും ജയിലിലെ ഇയാളുടെ നല്ല നടപ്പ് പരിഗണിച്ച്. കേസിൽ ജയിലിൽ കഴിയുന്ന അവസാന കുറ്റവാളിയും മുഖ്യപ്രതിയുമായ ബജ്രംഗ് ദൾ പ്രവർത്തകനായ ധാരാ സിംഗ് ആണ് ജയിൽ മോചിതനാകാൻ പോകുന്നത്. കേസിൽ ധാരാ സിംഗിന് വധശിക്ഷയാണ് ആദ്യം വിധിച്ചത്. തുടർന്ന് അപ്പീലിൽ അത് ജീവപര്യന്തമായി കുറച്ചു. ഒഡീഷ ശിക്ഷ അവലോകന ബോർഡിന്റെ ശുപാർശയിൽ ഓഗസ്റ്റ് 19 തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശം. മതപരിവർത്തനം ആരോപിച്ച് നടന്ന ഈ ക്രൂര കൊലപാതകത്തിനു പിന്നിൽ സംഘപരിവാർ ബന്ധമുള്ള ബജ്രംഗ് ദൾ സംഘമായിരുന്നു. എന്നാൽ കേസിലെ ബാക്കി പ്രതികളെല്ലാം തന്നെ ഇതിനോടകം ശിക്ഷാ അവലോകന സമിതിയുടെ ശുപാർശ പ്രകാരം മോചിതരായിട്ടുണ്ട്. ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ വെച്ചാണ് ലോകത്തെ നടുക്കിയ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നത്. ഗ്രഹാം സ്റ്റെയിൻസിനൊപ്പം മക്കളായ 10 വയസ്സുകാരൻ ഫിലിപ്സ്, 7 വയസ്സുകാരൻ തിമോത്തി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 30 വർഷത്തോളം കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. 1965 ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ അദ്ദേഹം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ആദിവാസികൾക്ക് വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞുവെക്കുകയായിരുന്നു. രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഒരുക്കിയ അദ്ദേഹവും കുടുംബവും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചു. സംഭവ ദിവസം മനോഹർ ഗ്രാമത്തിലെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ച ഇവരുടെ കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആദിവാസികളെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നാരോപിച്ച് ധാരാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കൊടും ക്രൂരകൃത്യം ചെയ്തത്. സ്റ്റെയിൻസും മക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ടം അവരെ അതിന് അനുവദിച്ചില്ല. ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും സംഭവ സമയത്ത് കൂടെ ഇല്ലാതിരുന്നതിനാൽ ആ വലിയ ആക്രമണത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. പിന്നീട് സംഭവം അന്വേഷിച്ച കമ്മീഷൻ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. ആതുര സേവന രംഗത്തെ സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് ആദരസൂചകമായി രാജ്യം ഗ്രഹാം സ്റ്റെയിൻസിന് പത്മശ്രീ നൽകി ആദരിച്ചു. ഭർത്താവിന്റെ മരണശേഷം ആശുപത്രി പ്രവർത്തനം ഏറ്റെടുത്ത ഗ്ലാഡിസ് 2015 ഗ്രഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ആശുപത്രി സ്ഥാപിച്ചു. സാമൂഹിക നീതിക്ക് മദർ തെരേസ മെമ്മോറിയൽ അവാർഡും അവർക്ക് ലഭിച്ചിരുന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട 1999 2000 ഇടയിൽ 51 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 37 പേർ പ്രാഥമിക വിചാരണയ്ക്കിടെ കുറ്റവിമുക്തരായി. 2003 കേസിലെ പ്രധാന പ്രതിയായ രബീന്ദ്രപാൽ സിംഗ് എന്ന ധാരാ സിംഗിനെ വധശിക്ഷയ്ക്കും മറ്റ് 12 പ്രതികളെ ജീവപര്യന്തം തടവിനും CBI കോടതി ശിക്ഷിച്ചു. പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെ ജുവനൈൽ കോടതിയും വിചാരണ ചെയ്തു. പിന്നീട് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഒരാൾ ഒഴികെയുള്ള 11 പേരെ ഒഡീഷ ഹൈക്കോടതി വെറുതെ വിട്ടു. ജുവനൈൽ കോടതിയിൽ വിചാരണ നേരിട്ടയാളും ജയിൽ മോചിതനായി. 2005 ധാരാ സിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി ഇളവ് നൽകി. ധാരാ സിംഗിന്റെ മോചനം ആവശ്യപ്പെട്ട് അന്ന് ധർണ നടത്തിയവരിൽ ഒരാളാണ് ഇന്നത്തെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. കേസിൽ 25 വർഷമായി ജയിലിലായിരുന്ന മറ്റൊരു പ്രതിയായ മഹേന്ദ്ര ഹെബ്രാമിനെ കഴിഞ്ഞ വർഷം BJP സർക്കാർ ജയിൽ മോചിതനാക്കിയതും വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മഹേന്ദ്ര ഹെബ്രാമിനെ ജയ് ശ്രീറാം വിളിയോടെയാണ് സംഘപരിവാർ പ്രവർത്തകർ സ്വീകരിച്ചത്. മഹേന്ദ്ര ഹെബ്രാമിനെയും നല്ല നടപ്പ് കണക്കിലെടുത്താണ് ഒഡീഷ സർക്കാർ ജയിൽ മോചിതനാക്കിയത്. ഹെബ്രാമിന്റെ ജയിൽ മോചനം ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനുമേലുള്ള കറുത്ത പാടാണെന്ന് അന്ന് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു.